ഈ ഒരു വീഡിയോയിലൂടെ അഷ്റാസ് എല്ലാവരും വീക്കസ്റ്റ് സ്ട്രോങ്സ്റ്റ് വെച്ച് റാങ്കിങ് ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇതിന്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരിക. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും കാണണം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പരിപാടി നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിനെപ്പറ്റി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ പേര് അടുത്ത വീഡിയോയിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കമന്റ് ചെയ്യുക. അതിൽ ബെസ്റ്റ് നോക്കി പിക്ക് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോയിൽ അവരുടെ പേര് പറയുന്നത്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അനിമെ കാണുന്ന ഒരു മലയാളിയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ചാനലാണ് ആനിമെ ഗ്ലിറ്റ്സ്. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സീ. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ 6 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പർ 6 ഉണ്ടായിരുന്നത് മിറ്റ്സൂരി കണോറോജി ആണ്. ഇനി 5 തൊട്ട് അങ്ങോട്ടുള്ളത് നോക്കാം. നമ്പർ 5th പ്ലേസിലുള്ളത് കുറെ പേരുടെയും ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആയിരിക്കാം. ബേസിക്കലി ഇൻട്രോവേർട്സ് എല്ലാവർക്കും കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയാക്ക ഗിയു. ഒരു പക്ക സൈലന്റ് ആൻഡ് പേഷ്യൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയോക്ക. നിങ്ങളൊരു ടൊമിയോക്ക ഫാൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക. ടൊമിയോക്ക ഗിയു യൂസ് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. വാട്ടർ ബ്രീത്തിങ് ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് വാട്ടർ ബ്രീത്തിങ്. ടൊമിയോക്ക ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് പെർഫെക്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീത്തിങ് സ്റ്റൈലിലുള്ള എല്ലാ ഫോംസും ടൊമിയാക്ക ഗിയുവിന് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി വാട്ടർ ബ്രീത്തിങ്ങിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോംസ് മാത്രമല്ലാതെ ടൊമിയാക്ക ഗിയു പുതിയതായിട്ട് 11th ഫോമായ ഡെത്ത് കാം എന്ന് ഒരു പുതിയ ഫോം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ടാഞ്ചറോ വേഴ്സസ് ലോവർ റാങ്ക് 5 ആയ റൂയി ആയിട്ട് ഒരു ഫൈറ്റ് നടക്കും. ആ ഒരു ഫൈറ്റിൽ ടൊമിയാക്ക ഗിയു ഈ ഒരു ഫോം യൂസ് ചെയ്താണ് റൂയിനെ ബീഹെഡ് ചെയ്യുന്നത്. ടാഞ്ചറോ ആണെങ്കിൽ അത്രയും നേരം റൂയിനോട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെടും. പക്ഷേ ടൊമിയാക്ക ഗിയു എൻ്റർ ആയതിനു ശേഷം ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ റൂയിന്റെ തല ബീഹെഡ് ചെയ്യും. അത്രക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ് 11th ഫോമായ ഡെത്ത് കാം. ഇനി കുറച്ചങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആക്കാസ വേഴ്സസ് ടൊമിയാക്ക ഗിയു ഈ ഒരു ബാറ്റിൽ നടക്കും. അവിടെ വെച്ചാണെങ്കിൽ ആക്കസേന്റെ ബ്ലഡ് ഡീമൻ ആർട്ടെല്ലാം തന്നെ ഈ ഒരു 11th ഫോം വെച്ചിട്ട് ടൊമിയാക്ക ഗിയു സ്റ്റോപ്പ് ചെയ്യും. ബേസിക്കലി പറയുവാണെങ്കിൽ ഡീമൺ സ്ലേയർ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ടെക്നിക്കാണ് ഈ ഒരു ഡെത്ത് കാം. ഇതുമാത്രമല്ലാതെ സ്പോർട്സ്മാൻഷിപ്പിലും ടൊമിയാക്ക ഗിയു എപ്പോഴും പീക്കിലാണ്. ഏറ്റവും അധികം ഫൈറ്റിംഗ് സ്കില്ലുള്ള ഒരു അഷ്റ എന്നും ടൊമിയാക്ക ഗിയുവിന് പറയാം. അത്രയ്ക്കും കിടിലമായിട്ടാണ് ടൊമിയാക്ക ഗിയു സ്വോർഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടൊമിയാക്ക ഗിയുവിന്റെ എൻഡ്യൂറൻസ്. ഇൻഫിനിറ്റി കാസ്റ്റിലൊക്കെ ആകുമ്പോൾ ടൊമിയാക്ക ഗിയു ആദ്യമേ ഫൈറ്റ് ചെയ്യുന്നത് അക്കാസിനോടെയാണ്. എന്നിട്ടാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മൂസാനോട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷവും ഡീമൺ കിങ് ടാഞ്ചറിനോടെയും ഈ 3 പവർഫുൾ ആയിട്ടുള്ള ഡീമൻസിനോടെയും നിന്ന് ഫൈറ്റ് ചെയ്യും. അത്രയ്ക്കും ഒരു എൻഡ്യൂറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയോക്ക. പിന്നീട് ഹാഷിറാസ് എല്ലാവരും ചെയ്തിരിക്കേണ്ട ആ ഒരു ക്രൈറ്റീരിയ ടൊമിയാക്ക ഗിയുവും ചെയ്തിട്ടുണ്ട്. ആക്കസയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ടൊമിയാക്ക ഗിയു ആണെങ്കിൽ ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൻ ചെയ്യും. അതിനുശേഷം 4 to 5 ടൈംസ് പവർഫുൾ ആയിട്ട് ആക്കസന്റെ കൂടെ തന്നെ നിന്ന് ഈക്വൽ ടൈംസ് ഫൈറ്റ് ചെയ്യും. ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ടൊമിയാക്ക ഗിയുവിനെ നമ്പർ 5th ആഡ് ചെയ്തത്. അടുത്തത് നമ്പർ 4th പ്ലേസിലുള്ളത് യങ്ങസ്റ്റ് അഷ്റ എന്നറിയപ്പെടുന്ന മുയിച്ചിറോ ടൊക്കീറ്റോ. പറഞ്ഞ പോലെ തന്നെ മുയിച്ചിറോ ഒരു കിഡാണ്. ടാഞ്ചറോനേക്കാളും വയസ്സ് കുറവാണ് മുയിച്ചിറോ ടൊക്കീറ്റോയ്ക്ക്. ഡീമൺ സ്ലെയർ കോർപ്സിൽ തന്നെ മുയിച്ചിറോ ടൊക്കീറ്റോനെ പോലെ ഇത്ര യങ്ങായിട്ടുള്ള ഒരു അഷ്റ വേറെ ആരും തന്നെ ആയിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് മുയിച്ചിറോ ടൊക്കീറ്റോന്റെ ആൻസിസ്റ്റേഴ്സ് ആണ്. അപ്പർ റാങ്ക് 1 ഡീമനായ കോക്കോഷുബു ആയിരുന്നു മുയിച്ചിറോ ടൊക്കീറ്റോന്റെ ആൻസിസ്റ്റർ ആയിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് കോക്കോഷുബു ഒരു ഹ്യൂമൻ ആയിരുന്നു. മിച്ചിക്കാത്സു എന്നായിരുന്നു കോക്കോഷുബുവിന്റെ പേര്. പിന്നീട് കോക്കോഷുബു ഹ്യൂമനിൽ നിന്ന് ഒരു ഡീമനായതിനു ശേഷം തന്റെ ഫാമിലിനെ അബാൻഡൻ ചെയ്യും. അതിനുശേഷം ആ ഒരു ഫാമിലിയിൽ നിന്ന് ജനറേഷൻ വൈസ് വന്നിരുന്ന ഒരു കിഡാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. സുഗുക്കുവിന്റെ ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആയിട്ട് മാറിയത്. ഇതുമാത്രമല്ലാതെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്പർ റാങ്ക് 5 ആയ ഗ്യോക്കോനെ തന്നെ വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രക്കും ഒരു പൊട്ടൻഷ്യലുള്ള ഹഷ്റയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. ആ ഒരു ഫൈറ്റിൽ വെച്ച് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തത്. ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം അപ്പർ റാങ്ക് ഡീമനെ തന്നെ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ടാകും. വെറും 13 വയസ്സിൽ തന്നെ മുയിച്ചിറോ ടൊക്കീറ്റോ ഇത്ര പവർഫുൾ ആണെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ എത്ര പവർഫുൾ ആയിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇതുമാത്രമല്ലാതെ 2 മാസം കൊണ്ട് വെറും 2 മാസം കൊണ്ട് തന്നെ ഒരു ഡീമൺ സ്ലെയറിൽ നിന്ന് അഷ്റ ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഡീമൺ സ്ലെയർ കോർപ്സിൽ തന്നെ 2 പേരെ ചെയ്തിട്ടുള്ളൂ. അതിലൊരാളാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. ഇനി അങ്ങോട്ട് ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കൊക്കെ എത്തുമ്പോൾ മുയിച്ചിറോ ടൊക്കീറ്റോ ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കോക്കോഷുബിന്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യും. കോക്കോഷുബിന്റെ റേഞ്ച് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോനെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 4 ആഡ് ചെയ്തത്. ഇനി നമ്പർ 3 ദ സെർപ്പന്റ് അഷ്റ ഇഗുറോ ഒബാനായി. ബാക്കിയുള്ള അഷ്റാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വിയേർഡസ്റ്റ് ആയിട്ടും കോൾഡസ്റ്റ് ആയിട്ടുമുള്ളൊരു അഷ്റയാണ് ഒബാനായി.
റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ അസുര ട്രെയിനിങ് ആർക്കിലെ എപ്പിസോഡ് 5-ൽ ഒബാനയെ പറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. കുറെ പേരും ഈ ഒരു ക്യാരക്ടർ ഇത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂല. കാരണം ഇവരാരും തന്നെ മാങ്ക വെച്ചിട്ടില്ല. മാങ്ക വെച്ചവർക്കറിയാം ഇഗുറോ ഒബാനായ് എത്ര OP ക്യാരക്ടർ ആണെന്ന്. ഒബാനായ് യൂസ് ചെയ്യുന്നത് സെർപ്പൻ ബ്രീത്തിങ് എന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വിയേർഡസ്റ്റ് ആയിരിക്കും. അതേപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലും കൂടിയാണ് ഈ ഒരു സെർപ്പൻ ബ്രീത്തിങ്. ഒബാനയെ അനിമയിൽ ഇതുവരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുറെ പേർക്കും ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തത്. ഒരു പോയിന്റിൽ വെച്ച് ഇഗുറോ ഒബാനായ് ആണെങ്കിൽ മൂസാൻ കിബുത്സുജിനോട് തന്നെ ഫൈറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് ബാക്കിയുള്ള അസുരാസ് എല്ലാവരും ടയേർഡായി റെസ്റ്റ് എടുക്കുമ്പോൾ ഒബാനായ് മാത്രം ഒറ്റയ്ക്ക് നിന്ന് മൂസാന്റെ അറ്റാക്സ് എല്ലാം സർവൈവ് ചെയ്യും. അതേപോലെ തന്നെ മൂസാന് തന്നെ ടഫ് കൊടുക്കും. ആ ഒരു ഫൈറ്റിലാണെങ്കിൽ ഡീമൺ സ്ലെയർമാർക്ക് ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഒബാനായ് അവേക്കൻ ചെയ്യും. അതിനുശേഷം ആ ഒരു ഫൈറ്റിൽ വെച്ച് ഒബാനായിന്റെ 2 കണ്ണും പോകും. എന്നിട്ട് പോലും ഒട്ടും തന്നെ ഹെസിറ്റേറ്റ് ചെയ്യാതെ മൂസാൻ കിബുത്സുജിനോട് തന്നെ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ 1-2 വട്ടവും ടാഞ്ചറോന്റെ ജീവനും രക്ഷിക്കും. ഇതെല്ലാം കൊണ്ടാണ് ഇഗുറോ ഒബാനായെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 3rd പ്ലേസിൽ ആഡ് ചെയ്തത്. നമ്പർ 2nd പ്ലേസിലുള്ളത് വിൻഡ് അസുര സനേമി ഷിനസുഗാവ. ഏറ്റവും ഡാർക്കസ്റ്റ് ബാക്ക് സ്റ്റോറിയുള്ള ഒരു ക്യാരക്ടറാണ് സനേമി. ഇതെല്ലാവരും അനിമെ തന്നെ കണ്ടു കാണും. അതിനുശേഷമാണെങ്കിൽ സനേമി കുറേയൊക്കെ വർക്ക് ചെയ്ത് ഒരു അസുര ലെവൽ ഡീമൺ സ്ലെയർ ആയിട്ടുണ്ടാകും. സനേമി യൂസ് ചെയ്യുന്നത് വിൻഡ് ബ്രീത്തിങ് ആണ്. സനേമി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ബ്രീത്തിങ് സ്റ്റൈലാണ് വിൻഡ് ബ്രീത്തിങ്. അതുമാത്രമല്ല ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ വരുന്ന എല്ലാ ഫോംസും ഭയങ്കര പവർഫുൾ ആണ്. ഒരു പോയിന്റിൽ വെച്ച് കോക്കോഷുബുവിനോട് തന്നെ സനേമി ഷിനസുഗാവ ഒറ്റയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യും. അതിലാണെങ്കിൽ കോക്കോഷുബുവിന്റെ ഓരോ അറ്റാക്കും ഈ ഒരു വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്ത് സനേമി സ്റ്റോപ്പ് ചെയ്യും. ഇതുമാത്രമല്ലാതെ ഒരു റൂത്ത്ലെസ് ക്യാരക്ടറാണ് സനേമി ഷിനസുഗാവ. സ്റ്റാർട്ടിംഗ് ടൈമിലൊന്നും സനേമി തന്റെ സ്വോർഡ് വെച്ചല്ല ഫൈറ്റ് ചെയ്തിരുന്നത്. ഡീമൺസിനെ കാണുമ്പോൾ തന്റെ കൈകൊണ്ട് തന്നെ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലും. ഇതുകൊണ്ട് തന്നെ ഡീമൺസിനാണെങ്കിൽ സനേമിനെ കണ്ട പേടിയാണ്. 12 കിസുകി ലെവൽ ഡീമൺസ് ഒന്നുമല്ല, അല്ലാത്ത സാധാരണ ഡീമൺസ് എല്ലാം സനേമിനെ കണ്ട് പേടിക്കും. അത്രക്കും ഒരു ബ്രൂട്ടൽ ക്യാരക്ടർ എന്ന് തന്നെ സനേമിനെ പറയാം. ഇതുമാത്രമല്ലാതെ സനേമി ആണെങ്കിൽ അപ്പർ റാങ്ക് 1 കോക്കോഷുബിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ മൂസാന്റോടെയും ഫൈറ്റ് ചെയ്യും. ഇതിലൂടെ മനസ്സിലാക്കാം സനേമിയുടെ ആ ഒരു എൻഡൂറൻസ് ഏത് ലെവലിലാണെന്ന്. സനേമിക്കുള്ളത് ഒരു റെയർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ആണ്. മറേച്ചി ബ്ലഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഒരു ബ്ലഡ് ടൈപ്പ് ഡീമൺസിനെ നല്ലതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും. ഒരു പോയിന്റിൽ വെച്ച് ഡീമൺസിനെ അൺകോൺഷ്യസ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുമാത്രമല്ലാതെ സനേമി ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. 3rd സ്ട്രോങ്ങസ്റ്റ് അസുര എന്നാണ് സനേമിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ നല്ല സ്പീഡ് ആൻഡ് അജൈലിറ്റിയും സനേമിക്കുണ്ട്. പിന്നീട് സ്റ്റാമിന നോക്കുമ്പോൾ സനേമി ആണെങ്കിൽ ടൊമിയാക്ക ഗിയുൻഡോയുടെ ടീമപ്പ് ചെയ്തിട്ടാണ് മൂസാനോട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫൈറ്റിൽ ഇവരാണെങ്കിൽ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ചെയ്യും. മൂസാന് ഡിഫെൻഡ് ചെയ്യാൻ പോലും സമയം കൊടുക്കൂല. അത്രക്കും ഹാർഡായിട്ടാണ് സനേമി ഫൈറ്റ് ചെയ്തിരുന്നത്. ഇതെല്ലാം കൊണ്ടാണ് സനേമിനെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 2ൽ ആഡ് ചെയ്തത്. ഇനി നമ്പർ 1 ആരാന്ന് നോക്കുമ്പോൾ ഡീമൺ സ്ലെയർ കറന്റ് ജനറേഷനിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അസുരയാണ് ദ സ്റ്റോൺ പില്ലർ ഹിമജിമ ഗയോമെ. ഗയോമെ ഇത്രയും പവർഫുൾ ആവാൻ ഒരു മെയിൻ റീസൺ ആണ് ഗയോമെ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽ. പവർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ബ്രീത്തിങ് ആണ് ഗയോമെ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ബ്രീത്തിങ് ആണെങ്കിൽ ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈൽ പോലല്ല, ബ്രൂട്ടലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണിത്. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് ഓരോ ഫോംസും യൂസ് ചെയ്യുമ്പോൾ എർത്ത്ക്വേക്കാണ് സംഭവിക്കുന്നത്. അത്രയും വലിയൊരു ഫോഴ്സ് ആണ് സ്റ്റോൺ ബ്രീത്തിങ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോക്കോഷുബുവിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിൽ കോക്കോഷുബു എന്നെ പ്രൈസ് ചെയ്തിട്ടുണ്ടാകും. ഗയോമിനെ പോലെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അസുരനോട് ഫൈറ്റ് ചെയ്തിട്ട് 300 വർഷമായെന്ന്. അപ്പർ റാങ്ക് 1 ഡീമൻ ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ ആ റേഞ്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഗയോമി ഒരു ബ്ലൈൻഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് എവിടെയും തന്നെ കാണാൻ സാധിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗയോമി യൂസ് ചെയ്യുന്ന വെപ്പൻ ബാക്കിയുള്ള അസുരാസ് യൂസ് ചെയ്യുന്ന പോലെ ഒരു സ്വോർഡ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി വെപ്പൻ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കാരണം ബാറ്റിൽസിലെല്ലാം വലിയൊരു അഡ്വാൻറ്റേജ് ഗയോമിക്ക് കിട്ടുന്നുണ്ട്. ഈ എല്ലാ റീസൺ കൊണ്ടാണ് ഗയോമിനെ ദ സ്ട്രോങ്ങസ്റ്റ് അസുര എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഏത് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ടേക്ക് കെയർ, cheers.